ആദിക്കുട്ടാ ആദിക്കുട്ടാ ചേട്ടന് പോ സമയമായടാ. ചേട്ടന് പോവാനേ സമയായി. മക്കളത്ത് കുറച്ച് കട്ടിൽ കിടക്കുവോ? കിടക്കൂലേ? കുറച്ചു നേരം കൊണ്ട് കിടക്കട്ടാ. ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കോ? ഇരിക്കൂലേ? ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സങ്കടമുള്ളൊരു ഡേ മൈ ലൈഫായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കേട്ടോ. രാവിലെ എണീറ്റ് നമുക്കറിയാം, നമ്മൾ അടുക്കളയിലൊന്നും കയറിയിട്ടില്ല, ഇങ്ങനെ നടപ്പാണ്. അപ്പോൾ ആദ്യക്കുട്ടൻ രാവിലെ എണീറ്റിട്ടുണ്ട്. ആദ്യക്കുട്ടന് പനിയാണ്. ആദ്യക്കുട്ടന് മാത്രമല്ല, എനിക്ക് ചെറിയ ജലദോഷം, എനിക്ക് ചെറുതല്ല ജലദോഷമുണ്ട്. പിന്നെ ആദ്യക്കുട്ടന് പനിയാണ്. പിന്നെ സിദ്ധാർത്ഥനൊക്കെ പനിയായിരുന്നു, അതൊക്കെ കുറഞ്ഞു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവൻ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, പല്ല് തേച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൻ. അപ്പോൾ ഇവൻ തറയിലോട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇവന് പനി വന്നതും അതെല്ലാം വിശേഷങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇപ്പം സമയമില്ല കേട്ടോ, കാരണം സിദ്ധാർത്ഥിനെ എനിക്കൊന്ന് സ്കൂളിൽ വിട്ടതിന് ശേഷം മാത്രം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇനി ആദ്യം ഒന്ന് ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ചേട്ടൻ്റെ പോകണില്ല കേട്ടോ. ചേട്ടൻ്റെ കൈമാറിയിട്ട് എനിക്ക് സിദ്ധാർത്ഥിനെ സ്കൂളിൽ വിടണം. അച്ഛൻ്റെ അടുത്ത് പോവോ? അച്ഛൻ്റെ അടുത്ത് പോവോ? ചേട്ടനെ സ്കൂളിൽ വിട്ടിട്ട് എടുത്തോളാം. ചേട്ടന് കാപ്പി കൊടുക്കണ്ടേ? നമുക്ക് ഇനി ആശുപത്രിയിൽ പോകണം. ചേട്ടന് കാപ്പി കൊടുക്കണം. ഇത്തിരി നേരം അച്ഛൻ്റെ അടുത്തിരുന്നോ. അച്ഛൻ എടുത്തോളോ? അച്ഛൻ എടുക്കും. ടീച്ചർ മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഇംഗ്ലീഷും മലയാളവും മാത്രം കൊണ്ടുപോയി അവൻ, ബാക്കി ഒരു പുസ്തകം കൊണ്ട് ചെല്ലണ്ട. ഒന്നും വേണ്ട. ചെരുപ്പ് താഴെ ഇട്, തറയിലിട്. ടീച്ചർ പറഞ്ഞെന്ന് ഇന്ന് ക്ലാസ് കാണൂല, ചെറുതായിട്ട് എന്തെങ്കിലും ഉള്ളൂ. നീ എല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് പോകണ്ട. ഇനിയിപ്പോ ഇതൊക്കെ ട്യൂഷൻ ക്ലാസ്സിലെ ബുക്കാ. ചെരുപ്പ് എടുത്തിട്ട് സമയമായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം നേരത്തെ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ആദ്യക്കുട്ടൻ്റെ പനി തുടങ്ങിയിട്ട്. അപ്പോഴാദ്യം നമ്മൾ നെടുമങ്ങാടാണ് കൊണ്ടുപോയത്. നെടുമങ്ങാട് കൊണ്ടുപോയിട്ട് അത്ര കുറവൊന്നുമില്ല. പിന്നെ ഞങ്ങൾ SIT കൊണ്ടുപോയി. ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു. അവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് പിന്നെയും പനിയാട്ടോ, വിട്ടാണ് പനി. ഇപ്പം പനി ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം പനിയില്ല, പിന്നെ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നും പനി, അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായിരുന്നാലും ഇനി SIT തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇനി SIT പോവേണ്, ആശുപത്രിയിലോട്ട് പോവേണ്. കൊച്ചങ്ങ് അന്നതേ അപ്പോൾ ഉണക്കയാണ്, എന്നാലും തീരെ ഇപ്പോൾ ഒരുമാതിരിയായിപ്പോയി, ഉണങ്ങിപ്പോയി. ഇവിടെയൊക്കെ എല്ലൊക്കെ അത്രയും എല്ലായിപ്പോയി, ഒരിതില്ല. അപ്പോൾ ആരോഗ്യക്കുറവും എല്ലാം ഉണ്ട്, ആഹാരം കഴിക്കുന്നില്ല, അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോവുകയാണ്. SIT ഞാനും ചേട്ടനും ആദ്യക്കുട്ടൻ ആരാണ് പോണത്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ ബാഗിലൊക്കെ കുടിക്കാനുള്ള വെള്ളവും, പിന്നെ അവൻ വേറെ ഒന്നും കഴിക്കൂല കേട്ടോ, ഒരു വക അവൻ കഴിക്കൂല. പിന്നെ അവൻ കഴിക്കുകയാണെങ്കിൽ ഒരു കഷ്ണം ആപ്പിള്, പിന്നെ കുറച്ച് മാതളങ്ക, ഇത് രണ്ടും മാത്രമേ അവൻ തിന്നുള്ളൂ. പിന്നെ വെറും ചായ എന്ന് വെച്ചാൽ നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഒരു ശക്കല പേരിന് വേണ്ടി ഒത്തിരി ഇട്ട് പഞ്ചസാരയൊന്നും വിടാതെയാണ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോഴതും കുടിക്കും, വേറെ ഒരു വക അവൻ തിന്നൂല. അപ്പോഴും അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെറും ചായയും ഒരു കഷ്ണം ആപ്പിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ബിസ്ക്കറ്റ് എല്ലാം ബാഗിലാക്കി പാക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്കൊന്ന് ഒരുങ്ങണം, ആശുപത്രിയിലോട്ട് പോകണം. തലേ തുണി മഴച്ചാറ്റുന്നുണ്ട്. ഇറങ്ങാം.
ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് പിന്നെ കൗണ്ടൊക്കെ നോക്കിയായിരുന്നു. അപ്പോഴതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പതുക്കെ മാറുള്ളൂ പനി, ഇത് സമയമെടുക്കും, വൈറൽ ഫീവർ പനിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ വയറിലൊക്കെ വെച്ച് നോക്കി, അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ്. പിന്നെ അതിന് ആൻറ്റിബയോട്ടിക് മരുന്നൊക്കെ തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഇത്തിരി പാരസെറ്റമോൾ മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. അത് ഉറങ്ങി പിന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ചോറ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അപ്പം ഞാൻ നേരത്തെയൊക്കെ പൊതിച്ചോറ് പൊതിഞ്ഞ് കൊടുക്കൂലായിരുന്നു, അതേപോലെ എനിക്കൊന്ന് കിട്ടിയിട്ടുണ്ട് പൊതിച്ചോറ്. ഇതെവിടെ ഇതിൽ മേടിച്ച് വെച്ചിട്ട് ഒരു പൊതിച്ചോറ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. കൈ കഴുകിയിട്ട് ഇത് കഴിക്കാം. അപ്പോൾ എന്തൊക്കെ കറികളാണൊക്കെ ഉണ്ടാന്ന് നോക്കാവേ. ചമ്മന്തിയുണ്ട്, അച്ചാറുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പിന്നെ അവിയലുണ്ട്. പച്ചച്ചോറ് ചോറ് കഴിക്കട്ടെ. കൈയൊക്കെ കഴുകിയായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുപ്പിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്ലാസ്കിൽ പിന്നെ കട്ടായി. അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചെണീറ്റ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളി, ഭയങ്കര രുചിയായിരുന്നു. മീൻ കൂട്ടിയ ചോറൊക്കെ ഉണ്ട്. അത് ഞാൻ ആദ്യം കഴിച്ചില്ല കേട്ടോ. അവന് പിന്നെ ആപ്പിള് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആപ്പിള് വീട്ടിൽ തന്നെ കഴുകി വൃത്തിയാക്കി ചെത്തി പാത്രത്തിലിട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതാണ് കഴിച്ചത്. പിന്നെ വെറും ചായയും കുടിച്ചു. അപ്പോഴവനത് മതി എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ ചോറ് കഴിച്ച് ഇനി വീട്ടിലോട്ട് പോവേന്. അപ്പോഴിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ആദ്യം അകത്ത് പോയി അമ്മ മീൻ കണ്ടിച്ചിട്ട് വരട്ടെ. മീൻ കണ്ടിച്ചിട്ട് വരട്ടെ നമ്മള്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയായി വീട്ടിലെത്തിയിട്ട്, അപ്പം ഞാൻ പകുതി എത്തിയപ്പോൾ ഇറങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയായിരുന്നു. കാരണം നമുക്ക് രാത്രി എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പോഴും ഞാൻ രാവിലെ എന്ന് വെച്ചാൽ ഇന്നലത്തെ പഴഞ്ചോറുണ്ടായിരുന്നു, അതിനെയൊക്കെ ഊറ്റി വെടിച്ച് വെച്ചിട്ടാണ് പോയത്. അമ്മ ഉണ്ടായിരുന്നല്ലോ, ഊറ്റി വെടിച്ച് വെച്ച്. പിന്നെ ഇന്നലത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ രാവിലെ പോയത്. അപ്പോൾ ഇനി രാത്രിത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ മാവൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ പുട്ടൊക്കെ അവിക്കാം. പക്ഷേ അതിനെക്കാരും നല്ലത് കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. കപ്പയും മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കപ്പ പുഴുങ്ങുകയും ചെയ്യാം, മീൻ കൂട്ടാനും വയ്ക്കാമെന്ന് വെച്ച്. അങ്ങനെ ഞാൻ പകുതി എത്തിയപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ അടുത്തുള്ള കടയിൽ പോയി മീനൊക്കെ മേടിച്ച്. അയല മീൻ കിട്ടി, പിന്നെ കണവയും കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ സന്ധ്യ ആയതുകൊണ്ടാണ് അങ്ങോട്ട് ദൂരോട്ട് പോയി മീൻ കണ്ടിക്കാത്തത്. ഭയങ്കര ഇരുട്ട് കേട്ടോ അങ്ങോട്ടൊക്കെ. സാധാരണ ഞാൻ ഇവിടെ വെച്ചൊന്നും അങ്ങനെ രാത്രിയാണെങ്കിൽ മാത്രമേ ഇവിടെ ഇങ്ങനെ വെച്ച് മീൻ കണ്ടിക്കാറുള്ളൂ. പകലൊക്കെ ഞങ്ങൾക്ക് ദൂരോട്ട് പോയാണ് മീൻ കണ്ടിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കപ്പയാണ് ഞാൻ വാങ്ങിച്ചത്. 2 കിലോ ഉണ്ട് കേട്ടോ. അപ്പോഴെനിക്ക് ഇത്രയും ഉണ്ടോ. അപ്പോൾ എനിക്ക് കൊണ്ടുവരാൻ പാടായതുകൊണ്ട് കടയിലത്തെ മാമ എനിക്കിത് 2ആയിട്ട് കട്ട് ചെയ്ത് തന്നു. മീനുണ്ടാക്കിയാന്ന്? ഇല്ല, മീനുണ്ടാക്കിയില്ല. മീന് ഇല്ല മീൻ വെച്ച് കൊടുത്താൽ അവൻ തിന്നെയൊന്നുമില്ല. അവൻ ഈ ചോദിപ്പ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഈ കപ്പയും കൂടെ ഒന്ന് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി വച്ചതിന് ശേഷമാണ് എനിക്കൊന്ന് പോയി പിറം കഴുകാൻ വേണ്ടി. പിറം കഴുകിയതിന് വന്നതിന് ശേഷമാണ് മീനൊക്കെ കൂട്ടാൻ വയ്ക്കാനും കപ്പയൊക്കെ അടുപ്പിലോട്ടൊക്കെ ആക്കാൻ. ഇല്ല. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന് നമ്മളെ കപ്പ അടുപ്പിലാക്കി, മീൻ കറി അടുപ്പിലാക്കി, കണവ തോരത്തിന് അത് കണവയെ അടുപ്പിലാക്കി വെള്ളമൊക്കെ നിറച്ച് ഇറങ്ങി കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചതല്ല, അതിൽ നിന്ന് വന്ന വെള്ളമാണ്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല. പിന്നെ ഞാൻ ഇന്ന് ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നപ്പം അവിടുത്തെ മാമി എനിക്കൊരു ഒരു കഷ്ണം ചക്ക കൊണ്ടുവന്നു കേട്ടോ. ഇത്രയൊന്നും അല്ല, കുറച്ചുകൂടെയൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും തിന്ന് തീർത്തതാണ്. അപ്പോൾ എനിക്കുള്ള പങ്കാണ് ഇത്. ഇവിടെയൊക്കെ എല്ലാവരും തിന്ന് തീർത്തതാണ്, ഇവിടെ മാത്രമേ ഉള്ളൂ വരിക്കച്ചക്ക. അപ്പോൾ നമ്മളെ രാത്രിയിലെ ഭക്ഷണം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയത് തേങ്ങയൊക്കെ ഇട്ടാണ് പുഴുങ്ങിയെടുത്തത്. പിന്നെ നമ്മൾ അയല മീൻകറി, തക്കാളി മുരിങ്ങയൊക്കെ എല്ലാം ഇട്ടത് അടിപൊളി മീൻകറി. പിന്നെ കണവത്തോരൻ, നമ്മളെ കണവത്തോരൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ ആദ്യം ചേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. അപ്പോൾ താഴെ കുടുംബ വീട്ടിലും കൂടെ കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഇവിടെ എടുത്തുകൊണ്ടൊക്കെ വച്ചിട്ടുണ്ട്. തോരനെടുത്തു. ഇനി മീൻ കറി. ഞാൻ മീനിൻ്റെ തല കളഞ്ഞില്ല കേട്ടോ. എനിക്ക് ഇത് അയല മീനിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഈ തല എല്ലാം ഞാനാണ് തിന്നുന്നത്. ഇപ്പോൾ മരിച്ചിനിയും കണവത്തോരനും മീൻകറിയൊക്കെ എടുത്തിട്ടുണ്ട്. ലൈറ്റ് അവിടെ അതായിരിക്കും. വെച്ച് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ കൊടുത്തിട്ട് വരാം. മീന് മീന് മീൻ നല്ല കുട്ടി കൊള്ളാം. അയ്യോ തുപ്പല്ലേ തുപ്പല്ലേ. മീന് വേണ്ടേ? പിന്നെ മരിച്ചിന് വാങ്ങും തരാം. മരിച്ചിന്. അയ്യോ അതും തുപ്പിക്കളയണ എന്ത്? അതുകൊണ്ടാ അത് ആര് വരണം നോക്കാവുന്നത്? ഈ സമയത്താണ് അവിടെ നിന്ന് ഒരാളവിടെ നിന്ന് ഇറങ്ങി വരണത്. പെട്ടെന്ന് കഴിച്ചു. ശകല തിന്നെ, വെള്ളം കുടിച്ചു വെക്ക. ഇനി ശകല ഒരു 2 കഷ്ണം മരിച്ചിനി തന്നാൽ മതി. 2 കഷ്ണം, ഒരു 2 കഷ്ണേ. മിടുക്കനാണ് ആദിക്കുട്ടെ. കണ്ട ആദിക്കുട്ടൻ തിന്നണ കണ്ട കണ്ട. മിടുക്കനാണ്. അപ്പൊ ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇവർക്ക് 2 പേർക്ക് കൊടുത്തതിന് ശേഷം ഇവർക്ക് 2 പേർക്ക് കൊടുത്തതിന് ശേഷം കഴിക്കാം. കാരണം ഞാൻ ഇപ്പൊ എടുത്തോണ്ടെന്ന് വെച്ച് കഴിച്ചാൽ ഇവർ 2 പേരും ഇത്രയൊന്നും കഴിക്കൂല, ഒരു ശകലേ കഴിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം പിന്നെ ബാലൻസ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർ കഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഞാൻ എടുത്ത് കഴിക്കും. ഇവർ വേണ്ടാതൊക്കെ വെച്ചിരിക്കുന്നതെല്ലാം ഞാൻ എടുത്ത് കഴിക്കും. മരിച്ചിന് ഇനി വേണോ? എടുത്തേ.
ഒരു കഷ്ണം കൂടെ ഇനി ഞാൻ തരില്ല ഇനി ഞാൻ. അപ്പോഴേ ഞാനും മരിച്ചിനിയൊക്കെ കഴിച്ചു കേട്ടോ. ഈ പിള്ളേരെല്ലാം കഴിച്ചൊന്നുമില്ല. അപ്പോഴതൊക്കെ എല്ലാം കൂടെ എടുത്ത് ഞാൻ പിന്നെ കഴിച്ച്. അപ്പോൾ ഇനിയാണ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോണ? ആദിക്കുട്ടാ നമ്മളിനി എന്ത് ചെയ്യാൻ പോണ? നമ്മളിനി മരുന്ന് കുടിക്കാൻ പോണ്. ഇനിയിപ്പോ ഇവിടെ ഒരു അടിയും ബഹളവും വഴക്കൊക്കെ നടക്കുന്നത് എല്ലാവർക്കും കാണാം കേട്ടോ. മരുന്ന് കുടിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. മരുന്ന് അങ്ങോട്ട് ഇവിടെ വായിലോട്ട് ഒഴിക്കുന്നത് എല്ലാം കൂടെ എടുത്ത് ഛർദ്ദിച്ചൊഴിക്കും. അതാണ് നമ്മുടെ ആദിക്കുട്ടന്റെ പരിപാടി. ഇപ്പോഴിനിയിപ്പോ ഒരു അടിയും വഴക്കൊക്കെ ഉണ്ട്. മരുന്ന് കുടിക്കുന്നില്ല, നമ്മള് ജ്യൂസാണ് കുടിക്കുന്നത്. ജ്യൂസ് ഇതെന്തൊരു ജ്യൂസ് വേണം? പൈനാപ്പിൾ ജ്യൂസ് കേട്ടാ. പൈനാപ്പിൾ ജ്യൂസ് കേട്ടാ. ഛർദ്ദിക്കൊന്നുമില്ല, ഇത് ജ്യൂസല്ലേ നമ്മൾ കുടിക്കുന്നത്. ഇത് നമ്മൾ കുടിക്കുന്ന ജ്യൂസാണ്. ആണ്ടാ ഓറഞ്ച് കളറിലെ ജ്യൂസ്. പകുതി കുടിച്ച് പകുതി വെളി കളഞ്ഞ്. ഇനി രക്ഷയില്ല, കുടിക്കൂല. അവന്റെ തുണിയിലൊക്കെ ആക്കി. ഈ തുണിയൊക്കെ മാറ്റണ്ടേ? അവന്റെ തുണിയിലെല്ലാം ആയി. മരുന്ന് കുടിക്കൂല, അതാണ് പനി കുറയാത്തത്. ഭയങ്കര ബഹളവും കാലത്തില്. പിന്നെ പനി മാറണ്ടേ? മരുന്ന് കുടിച്ചാലേ പനി മാറുള്ളൂ. വേണ്ടേ? പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാം. ഇവിടെ കുത്തി വയ്ക്കും. ചന്തിയിൽ കുത്തി വെച്ച് തരും ഡോക്ടർ. അപ്പോഴവർ രണ്ടുപേരും ഉറങ്ങാൻ പോയിട്ടുണ്ട്. ഉറങ്ങാൻ പോയതല്ല, അവർ രണ്ടുപേരും ഉറങ്ങി. അപ്പോൾ ഇനിയാണ് എൻ്റെ കലാപരിപാടികൾ നടക്കുന്നത്. എൻ്റെ അടുക്കള കണ്ടോ? നോക്കിയേ, ഒരു ലോഡ് പാത്രങ്ങളാണ് ഇവിടെയൊക്കെ കിടക്കുന്നത്. അതൊക്കെ ഇനി കഴുകി ഇവിടെയൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷമേ എനിക്കൊന്ന് കിടക്കാൻ പറ്റൂ. എനിക്കും വയ്യാട്ടോ. ചെമയും ശരീരമൊക്കെ ഭയങ്കര വേദന. എന്നാലും ഇതൊക്കെ വയ്യെങ്കിൽ ഇതൊക്കെ ചെയ്യാതെ കിടന്നാൽ നാളെ എനിക്ക് തന്നെ ഇരട്ടി പണിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്ത് വെച്ചിട്ട് കിടക്കാം. പിന്നെ ഈ പാത്രങ്ങളൊന്നും കഴുകത്തില്ല. അപ്പോൾ എൻ്റെ അടുക്കള ജോലികളെല്ലാം കഴിഞ്ഞു. പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വൃത്തിയാക്കിയതിന് ശേഷം ആദിക്കുട്ടൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ പോയി ആദിക്കുട്ടന് പനി ഉണ്ടോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വാങ്ങിച്ചു, തെർമോമീറ്റർ, പനിയൊക്കെ നോക്കുന്നത്. അത് ഞാൻ മേടിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഒത്തിരി വഴക്ക് കിട്ടിയതിന് ശേഷമാണ് ഇന്ന് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതുവരെ ഈ സാധനം ഈ വീട്ടിലില്ലായിരുന്നു. ഇന്ന് വാങ്ങിച്ചതാണ്. ഡോക്ടർ ഒത്തിരി വഴക്ക് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ കൊച്ചു പിള്ളേരുള്ള വീട്ടിൽ ഇതൊക്കെ മേടിച്ച് വയ്ക്കാനുള്ളതല്ലേ ഈ തെർമോമീറ്റർ. പിന്നെ ഓക്സിജൻ്റെ അളവ് കൂടണോ കുറയണമെന്നൊക്കെ നോക്കുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ മേടിച്ച് വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഒത്തിരി വഴക്ക് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് അവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ ഒന്ന് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പനി നോക്കി. ആദ്യം പനിയില്ല. അവന് സത്യം പറഞ്ഞ ഇങ്ങനെ തുടരെ പനിയല്ല, വിട്ടാണ് പനി. ഇപ്പം പനിയാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പനിയില്ല. നല്ലതായിട്ട് അപ്പോൾ നല്ല ശരീരമൊക്കെ നല്ല തണുത്തിരിക്കും. കുറേ കൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര പൊള്ളണ പനിയാണ്. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ പനിയൊന്നുമില്ല. ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോഴാരും ഈ പനി ജലദോഷം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഉടനെ തന്നെ ആശുപത്രിയിൽ പോകണം. ഈ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ വരണമെങ്കിൽ അത് പുറത്ത് കാണിക്കുന്നത് പനിയിലൂടെയാണ് പുറത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ആരും വെച്ചുകൊണ്ടത് പാരാസെറ്റമോളും കഴിച്ചുകൊണ്ട് വീട്ടിൽ ആരും ഇരിക്കരുത്. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രികളിലൊക്കെ പോകണം. ഇപ്പോൾ ഇന്ന് മെഡിക്കൽ കോളേജിൽ പോയപ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓരോരുത്തരുടെ അവസ്ഥകൾ കാണുമ്പോഴാണ് ഭയങ്കര പനിയായിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ പോകുന്നത് വലിയ രോഗങ്ങളൊക്കെ ആയാണ് തിരിച്ചു പോകുന്നത് അവർ. അപ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ വേറൊരു സന്തോഷ വാർത്തയെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പറയാനുള്ളതാണ്. അപ്പോൾ എനിക്ക് രാവിലത്തെ ആ സാഹചര്യങ്ങൾ കൊണ്ട്, രാവിലത്തെ ആദിക്കുട്ടൻ്റെ ആ കരച്ചിലും അതിൻ്റെ എല്ലാ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. നമ്മളെ ഫാമിലിയിൽ 50K അടിച്ചിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും എത്തിച്ചേരാൻ പറ്റിയത്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് നന്ദി. ഞാൻ വീണ്ടും പറയണം, ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ആനിമൽ ലൈഫ് ഞാൻ ഇവിടെ
വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേഗം കാണാം. മറ്റൊരു വീഡിയോ ഇനി എന്നാണെന്ന് അറിഞ്ഞുകൂടാ, പറ്റുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.